നമ്മൾ 500 കിലോ ആയിട്ടോ. ആ കളി റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല. റെക്കോർഡ് ചെയ്തിരുന്നു, പക്ഷേ എന്തോ ഡൗൺലോഡ് ചെയ്യാൻ മറന്നു. നമ്മൾ ഫസ്റ്റ് വൈറ്റ് കളിക്കണം. ഇവിടെ എപ്പോഴും E4 തന്നെ, E4. എന്താ അറിയില്ല, എനിക്ക് ഞാൻ വല്ലാണ്ട് മെനക്കെടാതുകൊണ്ട് വേറെ പഠിക്കലില്ല. അതേ സെയിം മെത്തേഡിൽ അങ്ങനെ പോലാണ്. നൈറ്റിനെ ഡെവലപ്പ് ചെയ്യണോ, ആദ്യം തന്നെ പിന്ന് ചെയ്യണോ, പിന്ന് മാറ്റണോ, കളി കളിക്കാൻ സ്ഥിതിക്ക് ക്യാൻസൽ ചെയ്തു. ഐഡിയ ഒന്നുമില്ല ഇപ്പോൾ കിട്ടണത്. അറ്റാക്ക് ചെയ്യണ്ട് ഇതുണ്ട്. രണ്ടാളും നല്ല പ്രിൻസിപ്പിൾഡ് ആയിട്ടുള്ള ചെസ്സാട്ടോ കളിക്കണേ. ഫോണിന് അങ്ങോട്ട് കൊണ്ടുപോയി നമ്മൾ കണ്ടോ, ബിഷപ്പിനെ അങ്ങോട്ട് കൊണ്ടുപോകാനേ നമ്മൾ ഇത് തടഞ്ഞു. തെറ്റ്. നമ്മുടെ പ്ലാൻ അതാണ്. എടുത്താലും കുഴപ്പമില്ല, ഇങ്ങോട്ട് വെച്ചാലും കുഴപ്പമില്ല, ഇങ്ങോട്ട് വെച്ചാലും കുഴപ്പമില്ല. അതുകൊണ്ട് എടുക്കാവും ബുദ്ധി, പക്ഷേ ഒരു ബിഷപ്പ് നഷ്ടപ്പെടും. ഇതൊരു പ്രശ്നം കേട്ടോ. നോക്ക്, ഈ ബിഷപ്പ് ഇത് പ്രൊട്ടക്റ്റഡ് അല്ല. ഈ നൈറ്റ് അവിടെ നിന്ന് പോകുന്നുണ്ട്. ഫോണിനെ കൊണ്ടെടുക്കണം. ടൈമേ കുറവാണ്, 6.5 മിനിറ്റുള്ളൂ നമുക്ക്. ഇനി അവൻ കണ്ടിട്ടില്ലെങ്കിൽ നമുക്ക് എടുക്കാം. അവൻ കണ്ടു, ഉറപ്പല്ലേ? ചങ്ങായിണ്ട്, പക്ഷെ
നമുക്ക് ഒരു ഈക്വൽ ട്രേഡ് ഉണ്ട് ഇവിടെ, നേരത്തെ കാണിച്ചു വെച്ചിന്. പക്ഷേ ഇനിയാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത്. ഫുള്ള് ട്രേഡ് ആട്ടോ, ഈക്വലാണ്, കട്ടയാണ്. ഓക്കെ എന്താ ഹാഫിന്ന് അഫ്സലാക്ക് പറഞ്ഞതാണ്. അപ്പോൾ ചെക്ക് മേറ്റിന് സാധ്യത ഉണ്ട്. ഇതിൻ്റെതാണല്ലേ. ഇപ്പോഴോ നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റുന്നിടത്തോളം ട്രേഡ് ചെയ്യാൻ വരെ പോയിൻ്റ് ആയ സ്ഥിതിക്ക് ഇതിനെ പ്രൊട്ടക്റ്റ് ചെയ്യണില്ലേ, ഇതിനെ പ്രൊട്ടക്റ്റ് ചെയ്യണില്ല, അതാണ് പ്രശ്നം. ഇതിന് പ്രൊട്ടക്ഷൻ കൊടുക്കണം. ഓൻ്റെ പ്രൊട്ടക്റ്റ് ചെയ്യാത്ത ഏതെങ്കിലും ഉണ്ടോ? എന്തെങ്കിലും ഉണ്ടോ? ഇതുണ്ട്, ഇതിന് പ്രൊട്ടക്ഷൻ അല്ല, പക്ഷെ കിട്ടാൻ്റെ പണിയാണ്. സമയം നമ്മളല്ല പാക്കിലാട്ടോ, 4 മിനിറ്റ് ഉള്ളൂ. നല്ല പ്രശ്നമാണ്. എന്തൊക്കെയാണ് കളിക്കല് ചെറുക്കം. പറയുമ്പോൾ ട്രേഡ് ചെയ്യാം, കണ്ടോ കൊടുത്താലിപ്പോൾ നമുക്ക് ഇതുണ്ടല്ലോ. പെട്ടെന്ന് കളിക്കണം, പക്ഷേ ബ്ലണ്ടർ ചെയ്യാനും പറ്റില്ല, അതാണ് പ്രശ്നം. നമുക്കൊരു ട്രേഡ് ചെയ്യാൻ നമുക്ക് കുഴപ്പമില്ല കേട്ടോ, കാരണം നമ്മളാണ് പോയിന്റിൽ ഫ്രണ്ടിൽ. പക്ഷേ നമ്മൾ അങ്ങോട്ട് പോയി ട്രേഡ് ചെയ്യണോ? ഇത് നല്ല ബുദ്ധിയാണോ? ക്വീനിനൊന്ന് ഇറക്കണം എന്നുണ്ട്, പക്ഷെ എങ്ങോട്ട് ഇറക്കണേക്കാരപ്പോൾ നല്ലത്. റൈഡിങ് കിട്ടാത്ത കളി, ട്രേഡ് ചെയ്യാം. ഒരു പോയിൻ്റെങ്കിൽ ഒരു പോയിൻ്റ് മുന്നിലില്ലേ വിചാരിക്കണം. Something fishy here. What did you have? ടൈമില്ല, 3 മിനിറ്റ് ഉള്ളൂ. അവൾക്ക് 7 മിനിറ്റ് ഉണ്ട്. പെട്ടെന്ന് കളിക്കണം.
രണ്ടെണ്ണം കട്ട കഴിഞ്ഞിട്ട് പ്രശ്നം. എന്തിനെ കൊടുത്ത് ഫോണിൻ്റെ തന്നെയാണല്ലേ. ഏതിനെ കൊടുക്കുക? എല്ലാതും അറിയാം. ഇതെടുത്തു, പക്ഷേ ഇതെടുക്കാൻ പറ്റില്ല. നമ്മളിതുണ്ട്. പിന്നെ കരുതണ്ടേ വാ. കാബോ സിറ്റ് ഔട്ടിൽ നിർത്തുമ്പോഴെന്ന് പറയേ റേഷൻ്റെ മേ ഇക്കാര്യം എന്താ കാട്ടിയത്? ഞാനപ്പോ പോയിട്ട് കൊടുക്കാൻ പിന്നെ മുസ്ലിം എത്തിക്കും. ക്വീനിനെ ബ്ലണ്ടർ ചെയ്ത് എല്ലാവർക്കും ഒരു എന്താണെന്ന് പറയാം, എല്ലാവർക്കും ഒരു വെപ്രാളാണ്. ക്വീനിനെ നമ്മൾ ആക്യുറസി എത്ര നോക്കണ്ട, അതാണ് നമ്മളെ മെയിൻ. ഇതിൽ രസം അതാണ്. എത്ര അത് 64% ഉള്ളൂ അല്ലേ? പക്ഷേ സാധാരണ 70 നമുക്കൊരു ഗ്രേറ്റ് ഉണ്ട്. ഇത് കണ്ടോ, ഫുള്ള് ബുക്ക് മൂവാട്ടോ. കണ്ടോ പക്ഷേ Bishop e4 develops the bishop and attacks the knight. You kick the opposing bishop with a pawn. Fourth, they move the bishop to safety. You followed a great opening principle and developed a new piece. You get a chance to win a pawn by removing a key defender. You missed an opportunity to win a pawn by removing a key defender. റിമൂവിങ് പോണെങ്ങനെ? അതല്ലേ ശരിയാ. ഈ പോണിഞ്ഞെടുക്കാൻ നമുക്ക് ഇതിനെ കൊന്നില്ലെങ്കിൽ ഈ പോണിഞ്ഞെടുക്കാൻ. പക്ഷേ അതൊക്കെ മിസ്റ്റേക്കുകളാണ്, പഠിക്കണം. They bring out their knight, increasing their control over the center. You had a better option, but this is not bad. They made a solid choice in castle. This move opens. You recaptured. That was an even. They had an opportunity to punish your inaccurate play, but didn't catch it. Your castle position now has double pawns, which can be a weakness. They had an opportunity to punish your inaccurate play, but didn't catch it. That was an even swap of material. You are forced to have isolated. You recaptured. Their rooks can see each other now, allowing them to provide view. You dodged the check, moving your king out of harm. Your opponent blocked the attack. You missed a correct. They missed the chance to tactically